ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്കിൻ്റെ ഒരു വൈറ്റ് കളറാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് കണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 3 ലെയർ പ്രൊട്ടക്ഷൻ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 3 ലെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഈ വാട്ടർ ടാങ്കുകളെല്ലാം തന്നെ അത്യാവശ്യം വരുന്ന കളറുകൾ ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്ലാക്ക് ഓൾറെഡി കളർ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചൂടാവുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് ഏകദേശം ഒരു 1000 ലിറ്ററിൻ്റെയാണ് വരുന്നത്. 1000 ലിറ്ററാണ് കമ്പനി നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന വാട്ടർ ടാങ്ക് 1000 ലിറ്ററിൻ്റെയാണ്. ഇത് 3 ലെയർ പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ 3 ലെയർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഫുൾ വൈറ്റുമാണ് വരുന്നത്. വൈറ്റിൻ്റെ കളറിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കാരണം ഓൾറെഡി സൂര്യപ്രകാശത്തിൽ വരുന്ന കളറുകൾ, നമുക്കൊരു കളർ കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഓൾറെഡി നമ്മൾ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്നും ഫുൾ കളറുകളും റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂട് വളരെ കുറയുന്നൊരവസ്ഥയാണ് വൈറ്റിന് പ്രത്യേകതയുള്ളത്. പക്ഷേ ബ്ലാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കളറുകളും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയാണ്. അതിൻ്റെ തരംഗദൈർഘ്യം കാര്യങ്ങളനുസരിച്ചിട്ട് എല്ലാ കളറുകളും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് ടാങ്കുകൾ വയ്ക്കുന്ന സമയത്ത് ചൂട് ഭയങ്കരമായിട്ട് കൂടുകയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, അതായത് ടാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ സമയത്തിന് നമുക്കറിയാൻ സാധിക്കും പൈപ്പിൽ വരുന്ന വെള്ളത്തിന് ഭയങ്കരമായിട്ട് ചൂട് കൂടുതലായിരിക്കും. ഈ ചൂട് കൂടുതൽ പിന്നീട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് ഓൾറെഡി. കാരണം PVC മെറ്റീരിയലാണ് വരുന്നത്. PVC മെറ്റീരിയലാണ് ഈ ടാങ്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഓൾറെഡി PVC മെറ്റീരിയൽ ചൂടായതിന് ശേഷം ആ ചൂടിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പഠനങ്ങളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഈ എൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുന്നത് ഈ വൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാവില്ല. വെള്ളം നമ്മൾ സൂര്യപ്രകാശം അടിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വെള്ളം ആവാത്തൊരവസ്ഥയാണ്. നമുക്കത് ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. 3 ലെയർ പ്രൊട്ടക്ഷൻ തന്നെ പൈസ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇത് ലിറ്ററിന് റേറ്റാണ് വരുന്നത്. ലിറ്റർ അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഏകദേശം ഒരു 7 രൂപ തൊട്ട് 8 രൂപ റേഞ്ച് വരെ ഒരു ലിറ്ററിന് വരുന്നുണ്ട്. അപ്പോൾ 1000-നും 500-നും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. 3 ലെയർ പ്രൊട്ടക്ഷനിലുള്ളത് കൊണ്ട് വളരെ കട്ടി കൂടിയ ടാങ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെയുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ വൈറ്റ് ആയതുകൊണ്ടും പിന്നെ അകത്ത് ഇതിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ കോട്ടിങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെളി പിടിക്കാതിരിക്കാത്ത അവസ്ഥയിലേക്കും എത്തിക്കാനായിട്ട് വളരെ കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വൈറ്റിൽ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. അത് കൂടാതെ തന്നെ പുറമേ നിന്നുള്ള ചൂട് ഈ വെള്ളത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സിസ്റ്റം ബ്ലാക്കിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇനി ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.